ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വലിയൊരു ട്രാജഡി നിങ്ങൾ മനസ്സിലാവും. അല്ലെങ്കിൽ തന്നെ നമ്മൾ ലൈറ്റായി പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ കാണും വണ്ടീൻ്റെ ടയർ പഞ്ചർ. ജസ്റ്റ് മിക്സ് ആക്സിഡൻറ്റ് ആകാതെ രക്ഷപ്പെട്ടത്. പിന്നെ അപ്പോൾ തന്നെ മൊബൈൽ പഞ്ചർ കടയിൽ വെച്ച് അവരെപ്പോൾ തന്നെ വന്നു. അപ്പോൾ നോക്കിയപ്പോൾ ടയറിൻ്റെ കാറ്റ് പോയതാണ്. ഒരു കാറ്റൊക്കെ ഫില്ലാക്കിയിട്ട് വരാമെന്നും പറഞ്ഞത്. അപ്പോഴേക്ക് ഏകദേശം 3-3:30 ആയി. ചെറിയ ടയറുണ്ടോ ഫിറ്റാക്കി ഫിറ്റാക്കുന്ന ഒരാൾ വെയിറ്റ് ആക്കിയിട്ട് ഫിറ്റാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പിന്നെ മാർക്കറ്റിലേക്ക് വിട്ടു. മാർക്കറ്റിൽ പോയി കുറച്ച് മീനും കുറച്ച് മുട്ടയും ചിക്കനും പാർട്സും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. ചിക്കൻ മറ്റേ ബോയിലറല്ല, മുട്ടക്കോഴിയില്ല, ആ കോഴിയാണ് മേടിക്കാറ്. ഹസ്ബൻഡിന് അതാ ഇഷ്ടം. പിന്നെ ബീഫല്ല, കോഴീൻ്റെ ലിവർ. ഞാൻ കോഴിൻ്റെ ലിവറൊന്നും കഴിക്കില്ല, എനിക്ക് കോഴിൻ്റെ ലിവർ ഇഷ്ടമില്ല, എന്നേറെ കഴിച്ചിട്ടില്ല. കുക്ക് ചെയ്യും പക്ഷെ കഴിക്കാറില്ല. പിന്നെ അയല മേടിച്ചു, മറ്റേ പുയ്യാപ്പിളൊക്കെ പറയുന്നത് കുഞ്ഞു കോര മേടിച്ചു, പിന്നെ അടവ് മേടിച്ചു. ഇത്രയും അടവും അയലയും എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ അത് കഴിഞ്ഞ് നേരെ പുയ്യാപ്പിളൊക്കെ പറയാം ചോറിൻ്റെ കളാനൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് നേരെ പുറത്ത് പോയിരുന്നു. മീനൊക്കെ കട്ട് ചെയ്തു, ഓരോ സെക്ഷനായിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴുകി മസാല തേക്കാനുള്ള മസാല തേച്ച് വെച്ചു. പിന്നെ കുറച്ച് തലേദിവസത്തെ കുറച്ച് ചെമ്മീനുണ്ടായിരുന്നു. ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി ക്ലീനാക്കിയിട്ട് മസാല തേച്ച് വെച്ചു. ഫസ്റ്റ് പുതിയപ്പോഴൊക്കെ പറഞ്ഞ് ഞാനിതുള്ള മസാലേസൊക്കെ സെറ്റാക്കി വയ്ക്കുന്നുണ്ട്. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ആളായിട്ട് എടുക്കുള്ളൂ, എന്നത്തേക്ക് എടുക്കില്ല. ഇന്ന് ചെമ്മീൻ മസാല എടുക്കുള്ളൂ. ചെമ്മീനും മസാലയൊക്കെ തേച്ച് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ച് അത്താഴത്തിൻ്റെ സമയത്ത് അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കും. അത് കുറച്ച് നോമ്പൊക്കെ തോന്നുന്നതിന് ശേഷം എടുക്കുള്ളൂ. പിന്നെ ഹസ്ബൻഡിന് ലിവർ വേണമല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം ലിവർ റെഡിയാക്കി കഴുകി വന്നിട്ട് കുറച്ച് മസാല ഇത് ജസ്റ്റ് വരട്ടിയെടുക്കും. ഉള്ളി അങ്ങനെയൊന്നും ചേർക്കില്ല. മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലകൾ അങ്ങനെയൊക്കെ ഇട്ട് അതും സെറ്റാക്കിയാണ് കുക്കറിൽ വെച്ച് 3 വിസിൽ ഞാൻ അടിക്കും, നല്ലപോലെ വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനത് ഗ്യാസിൽ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ എല്ലാ ജോലികളും ഞാൻ വേഗം കൊടുക്കുന്നുണ്ടായിരുന്നു. സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. കുരുമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നേരെ ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാകാം. ഇതെൻ്റെ മാത്രമാണെന്ന് എനിക്കറിയില്ല, എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടിയും ഒരു തക്കാളിയും എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ലേശം പുളി ഒഴിച്ചിട്ട് നമുക്ക് മീനിലേക്ക് ചട്ടിയിലാ പാത്രത്തിൽ അഴിച്ചിട്ട് മീനിലേക്ക് വയ്ക്കാം. ഞാൻ അടിച്ചെടുത്തിട്ട് ഒരു ചട്ടിയിൽ 2 അടവാണ് ഞാൻ എടുത്തത്, 2 അടവും ചെറിയൊരു അരിൻ്റെ കഷ്ണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇതൊഴിച്ചിട്ട് ഒരു മാങ്ങയും കൂടി കട്ട് ചെയ്തിടാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. എന്നിട്ട് നമുക്കത് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് കുക്കാൻ. കാര്യം അടവ് മീനിന് അധികം തേവില്ലാത്തത് കൊണ്ട് നമുക്ക് വേഗം റെഡിയായി കിട്ടും കേട്ടോ. അത് തക്കാളിയും 2 മാങ്ങയൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കി അരപ്പൊഴിച്ചിട്ട് നമുക്ക് നേരെ അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞ 15 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലും, പിന്നെ ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. അത് പിന്നെ വീണ്ടും സെയിം ആ മിക്സിയിൽ തന്നെ മറ്റേ മുളക് കറിക്കുള്ള സെറ്റാക്കാം നമുക്ക്. കുറച്ച് മുളകും തക്കാളി, സവാള, കുരുമുളക്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് വലിയ ജീരകം കൂടെ ഇട്ട് നമുക്കതും മിക്സിയിലിട്ടടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ചട്ടിയിലേക്ക് ഒഴിച്ച് തിളച്ചതിന് ശേഷം ഞാൻ മീനുകൾ ഇട്ടാം. ആദ്യമേ ചിലപ്പോൾ നമ്മളുടെ എളുപ്പം പോലെ ചില ദിവസങ്ങളിൽ ഞാൻ നേരത്തെ മീനിട്ട് വയ്ക്കും, ചില ദിവസങ്ങളിൽ തിളച്ചതിന് ശേഷം മീനിട്ട് വയ്ക്കുള്ളൂ, അങ്ങനെയൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ടയും പഴംപൊഴിയുമാണ് ഞാൻ നോമ്പുറക്കുന്ന സമയത്തേക്ക് സ്പെഷ്യലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ നമുക്ക് ഫസ്റ്റ് കടലമാവിൽ മുളക് പൊടിയും ലേശം ഉപ്പും
കായവും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോഡാപ്പൊടി ഇടാൻ മറക്കണ്ട, ബേക്കിംഗ് സോഡ ഇടാൻ മറക്കണ്ട. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടി ഇടും കേട്ടോ ഞാൻ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റാക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മറ്റേ അടുപ്പിൽ വെച്ചിരിക്കുന്ന 2 കറികൾ സെറ്റാവും. എന്ത് നേരെ ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത പിന്നെ പഴംപൊഴിൻ്റെയും മുട്ടബജിയും റെഡിയാക്കാൻ അപ്പോഴേക്കും നമുക്ക് സെറ്റാവും. ഞാൻ പഴംപൊഴിക്കും മുട്ടബജിക്കും ആദ്യമേ ഞാൻ മാവ് പൊടിച്ചൊരു സെറ്റാക്കി റെസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ ഞാൻ ഇതാക്കി. അപ്പോഴേക്കും ഏകദേശം വാങ്ങി കൊടുക്കാനായി. അപ്പോഴേക്കും എല്ലാം ടേബിളിനെ പുറത്ത് കൊണ്ട് വെച്ചു. ബത്തക്കറി ഉസാരും അപ്പോൾ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചു. എൻ്റെ മക്കളെ സൂപ്പർ ടേസ്റ്റ്. ബീഫും ചിക്കനും ഒക്കെ മാറിനിൽക്കും. അടിപൊളി ഒരു ഐറ്റം, മസ്റ്റ് ട്രൈ. പുറത്ത് പോയപ്പോഴേക്കും അവനെല്ലാം ചെമ്മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾ പറോട്ട മേടിച്ചിട്ടുണ്ട്. താങ്ക് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.